നീ എന്ത് ചെയ്യാൻ? വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് എനിക്ക് പിന്നെ മൂടൊന്നില്ലേ, പിന്നെ ഞാൻ ചെയ്യാം. പിന്നെ എല്ലാരും പറയുന്നല്ലേ, ഓക്കെ ചെയ്യാം. പോട്ടെ. അത്ര സങ്കടപ്പെട്ട് നീ ചെയ്യണ്ടടാ, അത്ര സങ്കടപ്പെട്ട് നീ ചെയ്യണ്ട. വേണ്ട. കണ്ണോണ്ടൊക്കെ എന്താ വിളിച്ചിപ്പോ ഒരു വിളി വരുമല്ല. എനിക്ക് ആവശ്യം വരുമ്പോ എന്ത് അണ്ടി എന്ത് ചീത്ത അണ്ടി എല്ലാവർക്കും ഉള്ള സാധനമല്ല. നിനക്കില്ലടാ, നിനക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് കശുവണ്ടി. അണ്ടി പല രീതിയിലുണ്ട്. കശുവണ്ടി, മാങ്ങാണ്ടി, തേങ്ങാണ്ടി. തേങ്ങാണ്ടി ഫോണെ തിരിച്ചു അവരെല്ലാരും പറയും ചെയ്യാം. എന്തിനാടാ ഇവൻ ഇങ്ങനെ കുളിർമയും മനസ്സിന് സന്തോഷം കൊടുക്കും നിങ്ങൾ നാറികളെ. പ്രപ്പോസ് അത് വേണ്ട, എന്നാ ഞാൻ ചെയ്യാത്. നിനക്ക് വേണ്ടി ആ തെറ്റ് ഞാൻ ഇതെടുക്കാം. നീ ആ കൊലക്കുറ്റം ചെയ്തില്ലേ, അതിന്റെ ഇത് ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. നീ അതെ നിനക്ക് വേണ്ടിട്ട് ഇങ്ങനെ ഒരു ജയില് വേണ്ട. ഈ ജയിലിൽ ഞാൻ ഏറ്റെടുക്കാം. തെറ്റും ഞാൻ ചെയ്തോളാം. നല്ലൊരു ജയിലാണ്. ചാറ്റ് വിധിക്കുന്ന എന്ത് തെറ്റും ഞാൻ ഇതായിക്കോളാം. എന്ത് നിനക്ക് വിധിച്ച പണിഷ്മെന്റ് ഇവരെ ഏറ്റെടുക്കാന്ന് പറയുന്നത്. പറയട്ടെ, അല്ല നിങ്ങളെ പണിഷ്മെന്റ് പറയട്ടെ. ഷമീർ പണിഷ്മെന്റ് ഏറ്റെടുക്കാന്ന് പറയുന്നത്. അപ്പൊ ഷമീറിന് എന്താ പണിഷ്മെന്റ് പറഞ്ഞു കൊടുക്കുക? ഷമീറിന് എന്താ പണിഷ്മെന്റ്? ഷമീർ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ശിക്ഷ ഏറ്റെടുക്കാൻ എനക്കുള്ള പണിഷ്മെന്റ് ഷമീർ ഏറ്റെടുക്കാന്ന് പറയാം. പണിഷ്മെന്റ് പറഞ്ഞു കൊടുക്കുക. അല്ല പറയട്ടെ, അത് ചാറ്റ് പറയട്ടെ. ഇതേ പണിഷ്മെന്റ് ആയിരിക്കും. ചാറ്റ് പറയട്ടെ, ആ ചാറ്റ് പറയട്ടെ. എന്റെ സുഹൃത്ത് ഒരു തെറ്റ് ചെയ്തു, പണിഷ്മെന്റ് ഏറ്റെടുക്കാന്ന് പറയുന്നത്. പറ ചാറ്റ്, എന്താ പണിഷ്മെന്റ്? പണിഷ്മെന്റ് തന്നെ അല്ല ഇപ്പൊ പറയോറ് അതന്നെ തന്നെ. പിന്നെന്ത് വേറെന്താ പണിഷ്മെന്റ്? വേറെന്താ പണിഷ്മെന്റ്? വരട്ടെ. പ്രപ്പോസ് മേയർ തന്നെ ഉള്ളൂ. ഇല്ല അത് എന്റെതാ. നേരത്തെ എന്ത് ഡിലേ ആണ്. കുറച്ച് നമ്മള് കിസ് റാമ്പോ ചില്ലി എടുത്ത് കേട്ടാലോ, ചില്ലി എടുത്ത് മുഖത്ത് വെക്കും. അതാ പറയുന്നത്. കിസ് റാമ്പോലും വലിയ ഒരു പണി ഞങ്ങൾക്ക് കിട്ടാനില്ല. ഇല്ല, ഈ അമ്മിക്കല്ലി ഞങ്ങൾക്ക് മുത്തം വെക്കാൻ പറ്റൂല. ഒരു കാര്യം ചെയ്തോ, ഞാൻ നിന്റെ സുഹൃത്തല്ല. നീ സുഹൃത്തല്ലേ? അപ്പൊ അനക്ക് നിന്നെ അറിയില്ല. എന്താ നിന്റെ പേര്? നിന്റെ പേരെന്താ? ഏത് കുട്ടു? ഏത് കുട്ടു? എന്റെ എന്തോ നിലത്ത് വീണ് മൈക്കെല്ലാം പോയി. ആയി എന്താണ് കൊടുത്തു. ഇതിന്റെ ഉള്ളിൽ സാമാനത്തിൽ എവിടെയോ പോയി നിന്റെ ഉള്ളിൽ കുടുങ്ങി. ഞാൻ നോക്കട്ടെ. തിരി മൈക്കവിടെ പോയി. ഇനി ആ മൈക്ക് ആരും തൊടണ്ട. ഉള്ളിൽ ഷഡിനുള്ള ഇല്ല. ഇതാ വിരിയാക്കോസ് ഒളിപ്പിച്ചു. അപ്പൊ ഇതില്ല, പണിഷ്മെന്റ് ഇല്ല. എന്തിനാ അങ്ങനെ ഫ്രണ്ട്സിനെ സഹായിച്ചിട്ടുള്ള? ഇതൊന്നും വേണ്ട. കിസ് റാമ്പോ നല്ലൊരു പണിഷ്മെന്റ് അല്ലേ? നല്ലൊരു പണിഷ്മെന്റ്, അടിപൊളി പണിഷ്മെന്റ് ആണ്. കിസ് റാമ്പോ ഓൺ ലിപ്സ്. ഈ ജുറാസിക് പാർക്കിലെ പുതിയൊരു ആൻസിസ്റ്റർ ആണ് ഇവൻ. ഇവനെ ഞാൻ കിസ് ചെയ്യൂല. അതിലും നല്ലത്. ഇല്ല, ഞാൻ വിട്ടു പോണേ. ഞാൻ ഇത് വിട്ടു. ഇവനെ ഞാൻ സഹായിക്കുന്നില്ല. നീ പ്രപ്പോസ് ഒന്ന് പുല്ലങ്ങ് ചെയ്തോ. നീ എന്നെ ഇത് ചെയ്തേ പറ്റുള്ളൂ ഷമീറ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. എന്താണ് നോക്കട്ടെ, മൈക്കിൽ വെള്ളം കയറി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ പ്രിയങ്ക ചോപ്രനല്ല കിസ് ചെയ്തത്. ഞാൻ ഈ കരടിയിലേന്ന് കിസ് ചെയ്തത്. എന്നിട്ട് നീ എന്നോട് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്? എക്സ്പീരിയൻസ്? ഇവൻ പുട്ടൊന്നും കണ്ടില്ല. വൈകുന്നേരം എന്റെ വായിൽ പുട്ടല്ലേ കയറി. ശരിക്കും ചുണ്ടെടുത്തില്ലായ മഴവില്ല സ്പാമിയടാ. പെണ്ണ് കിട്ടിയില്ല. ഇവരന്ന് ഇങ്ങനെ എന്റെ മുഖത്തിന്റെ അടുത്ത് വന്നിന്. ഇവന്റെ കാമക്കടിയിൽ തീർത്തത് ഈ വിപുലമായ ചുണ്ടുകളിലാണ് ഞാൻ തീർത്തത്. ഇല്ല, ഇതുവരെ ഒരു പെണ്ണോ ആണോ കിസ് ചെയ്യാത്ത എന്റെ ചുണ്ടുകൾ. ചപ്പാത്തി കിസ് ചെയ്ത് ഈ കരടി. ഇത് സ്വീറ്റ്സ് ഉണ്ടാകുന്ന ഉപ്പ് രസമൊക്കെ ഉണ്ട്. സാൾട്ടിയ പോപ്കോണാ. അതെന്താ? നിന്റെ
ഇവന്റെ വായി നോക്കി ഇവന്റെ പല്ല് നോക്കി അവിടെ പുട്ടെല്ലാം കിടക്കുന്ന ശരിയല്ലാതെ വായി കയറി ഇങ്ങനെയൊന്നും കാണിക്കുന്നല്ലോ ഷമീറ. റെയിൻബോ എല്ലാം വരുന്ന വെർജിനിറ്റി പോയത് ഇതിലും നിന്റെ വെർജിനിറ്റി പോയത് വെർജിനിറ്റി നിന്റെ വെർജിനിറ്റി പോയി നിന്റെ കിസ് ചെയ്ത വെർജിനിറ്റി പോകും. എടാ എന്റെ ആഗ്രഹം എന്തായിരുന്നു അറിയാം എന്റെ ജീവിതത്തിൽ എന്റെ വെർജിനിറ്റി പോകുന്നുണ്ടെങ്കിൽ ഒരു സുന്ദരിയായ ഒരു പെൺകൊച്ചി അത്രയും സൗന്ദര്യമുള്ള ദീപിക പത്കൊണ്ട പോലത്തെ ഉള്ള ഒരു പെണ്ണായിരുന്നു. അങ്ക് കിട്ടിയത് ഈ പെട്ടിപ്പലകനായി അങ്ക് കിട്ടിയത് ഈ ഡ്രമ്മിലാണല്ലോ. നല്ല ഇതല്ലടാ ഞാൻ കിട്ടില്ല സാധനമില്ലേ. നിന്റെ എന്തായാലും കാണിച്ചു കൊടുക്കി ഇവർക്ക്. എന്തായാലും ഹാപ്പി വെർജിനിറ്റി. എന്തായാലും പോയില്ല, വെർജിനിറ്റി പോയല്ലോ. പോയിട്ടില്ല, പോയി. പിന്നെ പെണ്ണ് ചെയ്താലേ പോകും. അപ്പൊ പിന്നെ ഗേ ആയിട്ടുള്ള ആൾക്കാർക്ക് വെർജിനിറ്റി എങ്ങനെ പോകുന്നത്? ആണും ചെയ്തിട്ടല്ലേ പെണ്ണും പെണ്ണും ചെയ്തിട്ടല്ലേ ലെസ്ബിയൻ? നിന്റെ പോയിനാ എങ്ങനാ നിന്റെ വെർജിനിറ്റി പോയി? അതിന് ഞാൻ ആണുങ്ങളെ ഒത്തും വെക്കല്ലോ. എന്താ നീ ആണുങ്ങളെ മുത്തം വെക്കാത്ത? അല്ല ഞാൻ ചോദിച്ചതാ, കാര്യം ചോദിച്ചതാ. ഉണ്ടനാട്ടോ ഇവൻ. ഇവ സഫാന ഒന്ന് മുത്തം വെച്ചില്ലേ മമ്മു? ശരിയാ. അതിന് അത് ചലഞ്ചാടാ. നീ അവസരം മുതലെടുത്ത മാറി. ആര് നിന്റെ? എന്റെ ലിബിലമായ ചുണ്ടുകളിൽ നീ കിസ് ചെയ്തിട്ട് നിന്റെ ചുണ്ടില തുപ്പി പ്രൊപ്പോസ് മെഹർ എന്നൊന്നും പറയല്ലേ. അതൊന്നും ശരിയാവൂല. എടാ ഈ ഇപ്പൊട്ടാമസിന്റെ ഇവന്റെ മുഖൻ എന്റെ മുഖത്ത് പതിപ്പിച്ച എന്തിനാ? ഇത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പൊട്ടാമസിനാ. പക്ഷെ ചേട്ടല്ല പറയുന്നത് എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ആളുകളാടാ ഈ കരടീനെ കൊണ്ട് എന്റെ മുത്തും വെപ്പിച്ച് എന്നിട്ട് ഇവനിപ്പൊ പ്രപ്പോസ് ചെയ്ത കൊടുക്കുന്ന എന്തൊരു അത് ചെയ്യാതിരിക്കാനല്ലേ. ചേട്ടൻ ഒരിക്കൽ കൂടെ മുത്തം വെക്കാം, പക്ഷെ ഇത് ചെയ്യാൻ എന്തൊരു ചാറ്റാണ് ഇത്. എന്താടാ നിനക്ക് ഇത്ര ഇത്? മുത്തം കിട്ടൂലേ. എന്തൊരു അങ്ങനെയല്ല, അയ്യേ അങ്ങനെയല്ല. എടാ അങ്ങനെയല്ല നീ അതെ അങ്ങനെ തന്നെടാ. പറഞ്ഞാ മതി. ചുണ്ട് കടിച്ചു പറിക്കലും പ്രപ്പോസലും. അതെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞ. അങ്ങോട്ട് പറയാ. അതാ കുര്യാക്കോസ് ഫ്രണ്ട് 1000 രൂപീസ് ഉപചാരിച്ച റാംബോ പെണ്ണ് കിട്ടാതെ മൂത്ത് നിന്നതാണ്. ഷമീറിനെ ചുണ്ട് പൊട്ടി രാത്രി ബാക്ക് പൊട്ടും. റാംബോ സീനാണ്. ജിയോ വേണമെങ്കിൽ ഇറങ്ങി കൊടു ഷമീറെ. 1000 രൂപീസ് ഉപചാരം. ഞാൻ കടങ്ങലിപ്പോ കുണ്ടനാന്നൊക്കെ സംശയം. ചരട്ടും ചമ്പലും. എടാ ഞാൻ കാര്യം പറ്റേ, മെഹർ നാളെ പ്രപ്പോസ് ചെയ്യാം. ഞങ്ങൾക്കൊന്ന് പ്രിപ്പയർ ആണോ? ഞാൻ ഇപ്പൊ ആലോചിച്ച പെട്ടെന്ന് അതിനെ കുറിച്ച് റിയൽ ആയിട്ട് ആലോചിക്കുമ്പോ മനസ്സിലാവുന്നത്. അല്ല എല്ലാരും പ്രപ്പോസ് ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പ്രപ്പോസ് ചെയ്താൽ പോലെ. ഇത് നോക്ക്, എല്ലാരും പ്രപ്പോസ് ഞാനെന്തിനാ ഈ കരടീന്റെ കടി കൊണ്ടത്? കഴിച്ചില്ലല്ലാടാ. കടിച്ചില്ല, പക്ഷെ ഇങ്ങനെ സ്മൂത്ത് ചെയ്തിട്ടുണ്ടാവില്ല. ഈ പിടിച്ച് കടിച്ചു വലിച്ചില്ലേ? ഈ മൂച്ചി മുഖൻ കടിച്ചൊന്നും മരിച്ചില്ല, ചെറുതായിട്ടൊരു ഉമ്മ കൊടുത്ത്. ഇവന്റെ ഉമ്മാന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഞാൻ കാര്യം പറഞ്ഞേ, ഇവന്റെ മുഖം തന്നെ ഇങ്ങനെയാണ്. ചുണ്ട് ഇത്ര വണ്ണുണ്ട്. എന്റെ മുഖം മൊത്തം ഇവൻ ഇഡലി ഒതുക്കുന്ന പോലെ ഇവൻ ചെയ്തത്. പ്രപ്പോസ് ലവ് അല്ല നിക്ക്. ഞാൻ പറയുന്നത് ഞാൻ നാളെ പ്രപ്പോസ് ചെയ്യാം. നാളെ പ്രപ്പോസ് ചെയ്യാം. ഓക്കെ, നാളെ എന്തായാലും പ്രപ്പോസ് ചെയ്യാം. എനിക്കത് പ്രിപ്പയർ ആണ് കേട്ടോ മോനെ. ഇത് എടി പ്രപ്പോസ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഒരു കാര്യം പറ്റേ, മെഹറും ഞാനുമായിട്ട് മെഹറും നമ്മുടെ ഫുൾ ഗ്യാങ്ങുമായിട്ടുള്ള ഇന്റർവ്യൂവിന്റെ ഇടയിൽ നമുക്കിങ്ങനെ കടലാസ് നറുക്കെടുത്തിട്ട് എനിക്ക് കിട്ടിയത് പ്രപ്പോസ് മെഹറാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ സ്കിപ്പ് ചെയ്തു. ഞാൻ പറയാം എനിക്ക് പെട്ടെന്ന് അങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒന്ന് ആലോചിച്ച് പ്രപ്പോസ് ചെയ്യാന്ന് വെച്ചിട്ട് ഇന്റർവ്യൂ തീരുമ്പേക്ക് പിന്നെ മറന്നു പോയിട്ട് അത് സ്കിപ്പ് ചെയ്താൽ ഈ പ്രപ്പോസ് എന്നാലും നമ്മൾ ഉള്ളിൽ നിന്ന് ചെയ്യണം. അത് നമുക്ക് ഒരിക്കലും അങ്ങനെ മറ്റേ ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? അത് വരൂല, അങ്ങനെ വരൂല. പറയുന്നത് മനസ്സിലാക്കി. ഈ പ്രപ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മള് അറിഞ്ഞുള്ളത് ഫീൽ എടുത്ത് ചെയ്യണം. അല്ല അല്ലാണ്ട് അങ്ങനെ ഫേക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഫേക്ക് ചെയ്യാൻ പറ്റില്ല. മറ്റേ എന്തോ ഒരു പറയല്ലോ, പിക്കപ്പ് ലൈനെല്ലാം ഇട്ടിട്ട് ക്രിഞ്ച്, മറ്റേ നീയൊരു മല ഞാനൊരു അങ്ങനത്തെ സാധനം റിയൽ സാധനം റിയൽ സാധനം അങ്ങനല്ല, ഫീൽ എടുത്ത് പറയാം. അല്ല, അത് ആലോചിച്ച് ഞാൻ നാളത്തേക്ക് ഒന്ന് എഴുതിയിട്ടാ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് പഠിച്ചിട്ടാട്ടോ നാളെ പ്രപ്പോസ് ചെയ്യും. അല്ലല്ല, ഉള്ളിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പ്രപ്പോസ് ചെയ്യില്ലേ. ഇതിപ്പോ നമുക്ക് ആലോചിച്ച് ഒരു സാധനം ഇതാക്കണം മൈൻഡില്. മനസ്സിലായി എന്താ പറയണ്ടേന്നുള്ളത്. റിയൽ ലവിന്റെ ചെയ്തു അങ്ങനെ പ്രപ്പോസ് എന്ന് പറഞ്ഞ കാര്യം അങ്ങനെ എനിക്ക് ഉള്ളിൽ തന്നെ ചെയ്യണം. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ നമുക്ക് സ്പോട്ടിൽ അങ്ങ് പ്രപ്പോസ് ചെയ്യാം, അല്ലേ? നമ്മള് മങ്കി കയറിയിട്ട് എന്താ ചെയ്യുന്നത്? ഇങ്ങോട്ട് നോക്കാം, മാറ്റി. എടാ കൺഫ്യൂഷൻ ആണ് ഇവളെ കാര്യത്തില്. ഇവളെ കാര്യത്തിൽ അങ്ങനല്ല മാങ്ങ മുഖ. അപ്പൊ ഞാൻ പറയുന്നത് എടാ എന്റെ പല്ല് ഒന്തിട്ടാ, എന്റെ പല്ല് പൊങ്ങിട്ടാ. പ്രേമിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ എല്ലാം സാധനങ്ങൾ വരാം. ഇൻസെക്യൂരിറ്റി
അങ്ങനെ നോക്കാനാണെങ്കിൽ നീ മൊത്തത്തിൽ നോക്കണം. അത് വിട്, അത് ഇവിടെ ഒരു വിഷയമല്ല. നീ അത് സുന്ദരനാ നായി കുട്ടു, നീ സുന്ദരനാണ്, അതിലൊന്നും ഇതല്ല. പക്ഷെ ആ കാര്യമല്ല ഞാൻ പറയുന്നത്. നീ ഇപ്പൊ നിനക്ക് ശരിക്കും ശരിക്കും ഞാനാ സുന്ദരൻ മോനെ കാര്യം പറ. നൗന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ ചെയ്യണം. സുന്ദരനാണോ ചോദിച്ചാല് സുന്ദരൻ തന്നെയാണ്. നിന്നെ എങ്ങനെയാടാ ഞാൻ പറയാ കാട്ടുമാക്കാനെ? ഇവിടെ നുണക്കുണ്ടില്ല, ഇതൊന്നും എടാ, പക്ഷെ നമുക്ക് അല്ല എന്ത് പ്രപ്പോസ് ഇല്ല, പ്രപ്പോസ് ഇല്ല. അതിന് വേണ്ടിട്ടാണ് ഞാൻ ഈ കരടിന്റെ കടി കൊണ്ടത്. ഇനി പ്രപ്പോസും കൂടി ചെയ്യുന്നുണ്ടെ പിന്നെ ഇതെന്ത് പ്രിവിലേജാ നിങ്ങക്ക്? ഞാൻ എന്തിന് ഇത് ചെയ്തു? ഈ അമ്മിക്കുട്ടി എന്റെ മേത്ത് വീണില്ലേ? എന്നിട്ട് ഇപ്പൊ നിങ്ങക്ക് പ്രപ്പോസും കൂടിയാ ഹീനമായ ചെയ്തെന്ന് ചോദിക്കരുത്. നിന്നെ കാണുമ്പോ തന്നെ എനിക്കെന്തോ ഇതടിക്കാം. ഫ്രണ്ട്ഷിപ്പ് കിസ്സാ നോട്ട് നൗ ഞാൻ